പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട പുനഃസമാഗമം പരിപാടി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 11 മണിക്കാണ്. ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ മാത്യു മാസ്റ്റർ എത്തിച്ചേരുന്ന മുറയ്ക്ക് ആയതിന്റെ ഉദ്ഘാടനം നടത്തുന്നതായിരിക്കും. അതുവരേക്കും എത്തിച്ചേർന്ന മുഴുവൻ സഹപാഠികളും ഒത്തുചേർന്ന് പരസ്പരം പരിചയപ്പെടുത്തുന്നതിനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിനും വേണ്ടി നിയോഗിക്കുക. കുട്ടികളും അധ്യാപകരും മാത്രം ഒത്തുചേർന്ന് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കണം. പരിചയം നിങ്ങൾക്കറിയാം എങ്കിലും അധ്യാപകരെ സ്വയം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാസ്റ്റർ കഴിവെടുക്കുന്നു. सदा पालय
പ്രസംഗമോ പറയാനുള്ള വാക്കുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. വാക്കുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്ന പ്രതീക്ഷയിൽ നൽകാതെ എന്താണ് കൂടുതൽ നമ്മുടെ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ശ്രീ ബാലകൃഷ്ണനെ ഈ വേദിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ശ്രീമതി ജയലക്ഷ്മിയെ ആദരം ക്ഷണിച്ചു. അടുത്തതായി അനുസ്മരണമാണ്. നമ്മുടെ ഈ കാലയളവിൽ നമ്മുടെ അധ്യാപകരെ വിട്ടുപോയ നമ്മെ ഏർപ്പെരിക്കുപോയ അധ്യാപകരെ വിദ്യാർത്ഥികളെ അനുസ്മരിക്കുന്ന ചടങ്ങാണ്. അനുസ്മരണത്തിന് വേണ്ടി ശ്രീ ദിനേശൻ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ കൂടെ പഠിക്കുന്ന മൺമറന്നുപോയ വ്യക്തിത്വങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുകയാണ്. നമ്മുടെ ഏകനായ കണക്ക് മാഷ്, പിന്നീട് ഈ സ്കൂളിലെ പ്രധാന അധ്യാപകന്മാർ ആയിരമനുഷ്ഠിച്ച രാമൻ മാഷ്, നമ്മുടെ സഹപാഠികളായിരുന്ന ഈ ഡിവിഷനിൽ പഠിച്ചിരുന്ന, ഇപ്പോൾ നമ്മുടെ കൂടെ ഈ പരിപാടി പങ്കെടുക്കുന്ന സഹോദരൻ ആയ സത്യൻ, ഡിവിഷനിൽ പഠിച്ചിരുന്ന സുനിത ശേരി എന്നിവരുടെ വിദ്യാർത്ഥി അനുശോചിക്കുകയും ദൈവങ്ങളെ അവരെ അനുസരിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്ന കഴിയും. സ്വാഗതം പറയുന്നതിന് വേണ്ടി ശ്രീ അനിൽബാബുവിനെ ക്ഷണിക്കുന്നു. സ്നേഹകരമായ അധ്യക്ഷൻ, എൻ്റെ ഉത്തമസുഹൃത്തുമായ കമൽദാസ്, ഈ സ്കൂളിലെ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഹൈസ്കൂൾ ആയതിനു ശേഷം ആദ്യത്തെ പ്രഥമാധ്യാപകൻ മാത്യു മാഷ്, വേദിയിലിരിക്കുന്ന വാസുദേവൻ മാഷ്, ശാരദ ടീച്ചർ, രത്നവതി ടീച്ചർ, സതി ടീച്ചർ, ഗിരിജ ടീച്ചർ, പിന്നെ ശ്യാമ ടീച്ചർ, ഇവരെല്ലാവരെയും ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെയൊക്കെ ക്ഷണം, അതായത് എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പരിശ്രമപരമായി ഇവിടെ ചെയ്തിരുന്ന എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. ഇവിടെ പല ആൾക്കാരെയും ഇന്നലെ വൈകിട്ട് വരെ കുറേ ആൾക്കാരെ ഞങ്ങൾ വിളിച്ചിരുന്നു. കുറേ ആൾക്കാരെ കുറച്ച് പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും 2016 സെപ്റ്റംബർ 14 നമ്മൾ തുടങ്ങി വെച്ച ഈ പരിപാടി 2017 മെയ് 21 സഭയിലിരിക്കുന്ന ഈ സുന്ദരമായ മുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട്
എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പരിപാടിയിലേക്ക് അധ്യക്ഷൻ ക്ഷണിച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വാഗതപ്രാസംഗിയെ പേരെടുത്ത് സ്വാഗതം പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യം പിന്നെ ഈ നമ്മുടെ പുനഃസമാഗമത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ, മുൻ ഹെഡ് മാസ്റ്റർ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നില്ല, നമ്മുടെ ഹെഡ് മാസ്റ്റർ തന്നെയാണ് അദ്ദേഹം നമ്മൾ വീണ്ടും എന്ന് വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മാത്യു മാഷെ നമ്മുടെ ഈ സമാഗമം വേദിയിലേക്ക് സഹസ്രം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വാസുദേവ മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ടീച്ചർ, ശാരദ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ട് വളരെ നേരത്തെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശാരദ ടീച്ചർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്തു. അടുത്തായി സുരേന്ദ്ര ടീച്ചറെ ഈ വേദിയിലേക്ക് ഓരോരുത്തരുടെയും പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. നമ്മുടെ ടീച്ചറെ നേരത്തെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരുപാട് ലാളിലേക്ക് വരുന്ന നമ്മുടെ അധ്യാപകരാണ് കൂടുതൽ എന്നുള്ളതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങളുള്ളവർ കൂട്ടിച്ചേർക്കുന്നില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് മാത്രമല്ല പറയുന്നത്. നമ്മുടെ ഈ രംഗവലി ടീച്ചറെ ആദ്യമായി സ്വാഗതം ചെയ്തു. അടുത്തായി നമ്മുടെ സത്യ ടീച്ചറാണ്. സത്യ ടീച്ചറെ ആർക്കും ഒരു അധ്യാപകനെ മാത്രം പരിചയപ്പെടുത്തേണ്ടതില്ലായെങ്കിലും സത്യ ടീച്ചറെ ലാളിത്യം കൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ടീച്ചറാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം. സത്യ ടീച്ചറെ ആർദ്രമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഗിരിജ ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗിരിജ ടീച്ചർക്ക് വണ്ടിയാൽ പല സമയത്തും ക്ഷണിക്കാൻ വേണ്ടി അനുഭവം ഉപയോഗപ്പെടുത്തിയത് എന്നുകൂടി ഇത്തരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഗിരിജ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ശ്യാമ ടീച്ചർ 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോയെങ്കിലും നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ടീച്ചറിന്റെ കാല് സോഫയെ ഇടിച്ച് ചെറിയ പരിക്ക് പറ്റി. ആ വേദനയുടെ ആധിക്യത്തിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നുള്ള ശ്യാമ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള PTA പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ 1985 ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ശ്രീ ബാലകൃഷ്ണൻ. അദ്ദേഹത്തെ നമ്മുടെ ഓരോരുത്തരുടെ പേരിൽ സ്വാഗതം ചെയ്യും. ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ പ്രധാന അധ്യാപകരായിരുന്ന മാധ്യമ ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. സ്വാഗതം ചെയ്യുകയാണ്. Thank you.
സംഗമത്തിലേക്ക് ഈ സ്നേഹ കൂട്ടായ്മയെ അധ്യക്ഷം വഹിക്കുന്ന സ്നേഹിതരുടെ ബാലകൃഷ്ണൻ മാസ്റ്റർ, സോറി മാസ്റ്റർ അല്ല, ബാലകൃഷ്ണൻ, മുൻ അധ്യാപിക സുഗന്ധ ടീച്ചർ, കഴിഞ്ഞ വർഷത്തെ ഹെഡ് മാസ്റ്റർ എൻ വാസുദേവ മാസ്റ്റർ, വേദിയിലെ മറ്റു വിശിഷ്ട അധ്യാപക സുഹൃത്തുക്കളെ, ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർമാരായ കമൽദാസ്, അനിൽ ബാബു, വൈസ് ചെയർമാനായ ഹരിദാസ്, ജയശങ്കർ, ട്രഷറർ ലതാദേവി, ഇപ്പോൾ ഈ സമയത്ത് എത്തിച്ചേർന്ന റോസി ടീച്ചർ, ഒത്തുതലശ്ശേ ടീച്ചർ, മറ്റു ഒരു 7 മണി സമയത്ത് ഒരു കാറ് വീട്ടിൽ വന്നു. അപ്പൊ ഭാര്യ വന്നു വന്നത് ആരോ കല്യാണം ക്ഷണിക്കാൻ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആരാണെന്ന് അറിയില്ല. 4 പേര് കയറിയെന്ന് പറഞ്ഞു. വാതിൽ തുറന്ന് കടന്നു നോക്കിയപ്പോൾ ആദ്യം തന്നെ എനിക്കും ആ സംശയമായി. ഒരമ്മ, ഒരച്ഛൻ, ഒരു സഹോദരൻ, ഒരു വിവാഹം കഴിക്കാനുള്ള ഒരു കുട്ടി എന്ന നിലയിലാണ് ഞാൻ ആദ്യം അവരെ നിരീക്ഷിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ലതയാണെന്ന് തോന്നുന്നു അത് മറ്റു സാധനം ഒരു ക്ഷണപത്രം എടുത്തു വന്നു. അപ്പൊ കല്യാണം ക്ഷണിക്കാനല്ല, എല്ലില്ലാത്ത ബാച്ചിന്റെ ഒത്തുചേരലിനുള്ള ക്ഷണപത്രമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നോക്കിയപ്പോൾ എനിക്ക് വളരെ സുപരിചിതരായ 1-2 മുഖങ്ങൾ, പഴയ മുഖങ്ങൾ തന്നെ. അതായത് പ്രത്യേകിച്ച് ലതാദേവിക്ക് ഒരു മാറ്റവും കണ്ടില്ല. അതുപോലെ ദിനേശനും ഒരു മാറ്റവും കണ്ടില്ല. പണ്ടത്തെ ദിനേശ് തന്നെയാണ്. അനിൽ ബാബു പഴയ അനിൽ ബാബു അല്ല, വളരെ പക്വതെത്തിയ ഒരു അനിൽ ബാബുവായിട്ടാണ് തോന്നിയത്. മറ്റൊരു സത്യന്റെ പേര് സുബിത, പിന്നെ വന്നത് സുബിതയാണ്. അപ്പൊ അങ്ങനെ ഒരു 4 പേര് അടങ്ങുന്നൊരു കുടുംബം ആണ് അത് എന്നാണ് എനിക്ക് ആദ്യം മനസ്സിലാക്കുന്നത്. ഇവരെ വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏതോ ബാച്ചിലെ കുട്ടികളാണ്. ഏത് ബാച്ചാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല, അങ്ങനെ തോന്നി. അപ്പൊ അനിൽ ബാബുവാണ് പറഞ്ഞത്